പൊതു സംസ്കാരത്തിന്റെ മാനദണ്ഡങ്ങളെ വെച്ചുകൊണ്ട് പരിശോധിക്കാൻ തയ്യാറായാൽ, ഒന്നാമതായി വിശ്വാസപരമായ സംസ്കാരം എന്താണ്? ഒരു മുസ്ലിമിന്റെ വിശ്വാസപരമായ സംസ്കാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരാധനക്കർഹനായിട്ടുള്ളവനെന്ന് വിശ്വസിക്കുക. ആരാധനയോ ആരാധനയുടെ ഇനങ്ങളോ അല്ലാഹുവല്ലാത്ത മറ്റാരിലേക്കും തിരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ രംഗത്ത് മുസ്ലിങ്ങൾ ഇന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്വഭാവ രീതികൾ ഇസ്ലാമിക സംസ്കാരത്തിലെ സ്വഭാവ രീതികളാണ് ചരിത്രത്തിൽ സംഘലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ വിമർശകരിൽ നിന്ന് പോലും അടിവരയിട്ട് മനസ്സിലാക്കുക, വിമർശകരിൽ നിന്ന് പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന്റെ സംസ്കാരമാണ് ഇസ്ലാം മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മുസ്ലിങ്ങളായ അറിയപ്പെടുന്ന ആളുകളുടെ, മുസ്ലിം നാമധാരികളുടെ സ്വഭാവങ്ങൾ ഇന്ന് വിമർശനാതീതമല്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കണം. അതുപോലെ തന്നെ ജീവിത രീതി ചെറിയവനോടും വലിയവനോടും, സ്ത്രീയോടും പുരുഷനോടും, കറുത്തവനോടും വെളുത്തവനോടും, താഴ്ന്ന ജാതിക്കാരനോടും ഉന്നത കുലജാതനോടും ഒക്കെ മാന്യമായ രീതിയിൽ അനുവർത്തിക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരത്തോട് കടപിടിക്കുന്ന മറ്റൊരു സംസ്കാരം ലോകത്തില്ല എന്ന് ഐക്യകണ്ഠേന നമുക്ക് പറയാൻ കഴിയും. എന്നാൽ മുസ്ലിമിന്റെ ഇത്തരം ഇടപാടുകളിൽ, വ്യവഹാരങ്ങളിൽ പുഴുക്കുത്തുകൾ വീണു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സമകാലിക ലോകം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഇനി കലാചാതുര്യമാകട്ടെ, കലകളുടെ വിഷയമെടുത്ത് പരിശോധിച്ചു നോക്കൂ. മനസ്സിന്റെ ഉല്ലാസത്തിനു വേണ്ടി അനുവദിച്ചു കൊടുത്ത കലകളെ മറക്കുകയും അനനുവദനീയമായ കലകളെ ഇസ്ലാമിന്റെ ലേബലിൽ കെട്ടിയവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ന് മുസ്ലിം ഉമ്മത്ത് എന്ന കാര്യം വേദനാജനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വസ്ത്രധാരണ രീതിയാണെങ്കിലോ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന തികഞ്ഞ ബോധത്തിൽ നിന്ന് മാന്യമായ, പവിത്രമായ, പരിശുദ്ധമായ വസ്ത്രധാരണം പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. എന്നാൽ ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളായി അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ആധികാരിക രേഖകളായി അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വസ്ത്രധാരണ രീതി ഇസ്ലാമിന്റെ വിമർശകരെ പോലും നാണിപ്പിക്കുന്നതാണ്. മാന്യമായ സദസ്സിൽ അത്തരം വസ്ത്രങ്ങളുടെ പേര് പറയാൻ പോലും നാണമുള്ളവർ മടിക്കുന്നു. മാത്രമല്ല, ആചാരങ്ങൾ, മാനവികതയുടെ മൂല്യങ്ങളെ അളന്നു തിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം വഹിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ തീർത്തും വർഗീയമായ, കണ്ടാൽ അറപ്പ് തോന്നുന്ന ആചാര പ്രക്രിയകളിലേക്ക്, പ്രകടനങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്ത് താഴ്ന്നു പോയിരിക്കുന്നു എന്നത് കാലം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്തുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദുഃഖകരമായ ചില കാഴ്ചകളുണ്ട്. എന്താണ് ആ കാഴ്ചകൾ? മുസ്ലിം പേരുള്ളവർ തട്ടമിട്ട ഉമ്മയുടെ മകനായി പിറന്നവൻ, മുഹമ്മദായ, ഇസ്മായിലായ, അഹമ്മദായ, അബൂബക്കറായ പിതാവിന്റെ പുത്രനായി പിറന്നവർ ഇസ്ലാമിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുസ്ലിമിന്റെ സ്വഭാവ രീതികളെയും മുസ്ലിം ഉമ്മത്തിന്റെ മൗലിക ആചാര വിശ്വാസ അനുഷ്ഠാനങ്ങളെല്ലാം തിരുത്തി എഴുതിക്കൊണ്ട്
നവ കൊളോണിയലിസം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന, പടിഞ്ഞാറ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ ചങ്കുതൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുടിക്കാൻ കോളയും വലിക്കാൻ റോത്ത്മൻസും, രമിക്കാൻ സൈബർ സെക്സും, മരിക്കാൻ എയ്ഡ്സും എംബോളയും നൽകിയ പടിഞ്ഞാറുകാരൻ സായിപ്പിന്റെ സംസ്കാരത്തെ നാണമില്ലാതെ തലയിലും ദേഹത്തും വാരിപ്പൊത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം നാമധാരികൾ എന്നത് ലജ്ജയോടുകൂടി മാത്രം അറപ്പോടുകൂടി മാത്രം സമൂഹത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു നമുക്കിന്ന്. എന്തൊരു ദുരന്തമാണ്! ഹിറയുടെ ഇരുട്ടറകളിൽ നിന്ന് അവതരിക്കുകയും ലോകത്തിന് മുഴുവൻ വെളിച്ചമായി, പ്രകാശമായി, ദിവ്യജ്യോതിസായി പരിണമിക്കുകയും ചെയ്ത പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന ആളുകൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന്, മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ നിന്നുകൊണ്ട് തുണിയുരിഞ്ഞ ആഭാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മനുഷ്യസ്നേഹികൾ അതിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ മാറ്റമില്ല, മൂക്കത്ത് വിരൽ വെച്ചു പോവുകയാണ്. കാലത്തിന്റെ ഈ കപടതയെ ആരാണ് തിരുത്തുക? മനുഷ്യസ്നേഹത്തിന്റെ ഒരിക്കെങ്കിലും കൽബിൽ ബാക്കിയുള്ളവർ, നെഞ്ചിൽ ബാക്കിയുള്ളവർ, അവർക്ക് അനുവദിക്കാൻ കഴിയുമോ ഇത്തരം ആഭാസങ്ങൾ? അതും ഒരു മതത്തിന്റെ പേരിൽ. ഇസ്ലാമിക കലയാണ് പോലും. തുണിയുരിഞ്ഞ പെണ്ണിന്റെ നർത്തനൃത്യങ്ങൾ ഇന്ന് മിനി സ്ക്രീനിലൂടെ കുടുംബത്തിന്റെ ഊട്ടുപുരയിലിരുന്നു കൊണ്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം പേരുള്ള ആണും പെണ്ണും തുണിയുരിഞ്ഞ് കളിക്കുന്നത് ഇന്ന് കലയുടെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ. ഈ ജീർണതകളെ മുഴുവൻ, ഈ തിന്മകളെ മുഴുവൻ ഇസ്ലാമിന്റെ ലേബലിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? ഇതിനു പിന്നിൽ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വൈദേശിക ശക്തികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവുമോ? അത്തരം ഉപരിപ്ലവമായ ഒരു പ്രസംഗം നടത്തി പിരിഞ്ഞു പോകാൻ ആർക്കും കഴിയും? കാലത്തിന്റെ കണ്ണാടി നോക്കിയാൽ ഇന്ന് സെമിനാറുകളുടെ പേക്കൂത്തുകളാണ്. ഇതേ പ്രമേയം പറഞ്ഞുകൊണ്ട്, ഇതേ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മലീമസമാകുന്ന ജീവിത സംസ്കാരത്തെ എണ്ണി അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ച് വൈകാരികമായ പ്രഭാഷണം നടത്തി പിരിഞ്ഞു പോകുന്ന ആളുകൾ, അത്തരം സംസ്കാരങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയോർത്ത് കണ്ണീര് പൊഴിക്കുന്ന ആളുകൾ, അതെല്ലാം വാചാലമായി സംസാരിച്ച് സദസ്സിന്റെ കയ്യടി വാങ്ങി പിരിഞ്ഞു പോകുന്ന ആളുകൾ, അവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ മർമ്മത്തെ തിരിച്ചറിയാൻ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളെ ആ മർമ്മത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പരിശോധിക്കണം, എന്തുകൊണ്ടാണ് ലോകത്തിന് മുഴുവൻ മാതൃകയായ അന്തസ്സും പ്രതാപവും നൽകി ഒരു സമൂഹത്തിനെ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ മുഴുവനും വിളിച്ച ഒരു യുഗത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ, നവോത്ഥാനത്തിന്റെ, വിജയത്തിന്റെ, സ്നേഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ രജതപാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ വേദഗ്രന്ഥത്തിന്റെ അവകാശികൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ജീർണതകളിലേക്ക് പോയത്? എങ്ങനെയാണ് അവരുടെ പവിത്രമായ സംസ്കാരം മലിനമാക്കപ്പെട്ടു പോയത്? പഠിക്കേണ്ടതുണ്ട്. വിമർശനം നമ്മിൽ നിന്ന് തുടങ്ങണം, അഥവാ എന്നിൽ നിന്ന്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ നിന്ന്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തത്തെ പരിവർത്തിപ്പിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം അള്ളാഹു ഒരു ജനതയെയും നന്നാക്കാമെന്ന് വാക്കുകൊടുത്തിട്ടില്ല. സ്വന്തത്തെ നേരാക്കാൻ, സ്വന്തത്തെ പരിവർത്തിപ്പിക്കാൻ, സ്വന്തം ആത്മാവിനെ ആത്മവിചാരണയുടെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി അതിനു നേരെ വിമർശനത്തിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ജീർണതയുടെ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ജീർണതയുടെ കാരണങ്ങളെ കണ്ടെത്താൻ കഴിയും.